പശ്ചിമേഷ്യയിലെയും ദക്ഷിണേഷ്യയിലെയും സുരക്ഷാ സമവാക്യങ്ങൾ മാറ്റിയെഴുതിക്കൊണ്ട് പാകിസ്ഥാനും തുർക്കിയും സൗദി അറേബ്യയും തമ്മിൽ ചരിത്രപരമായ ഒരു ത്രികക്ഷി പ്രതിരോധ കരാറിൽ ഒപ്പിടാൻ എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായിരിക്കുകയാണ്. സുരക്ഷയ്ക്കായി പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക, പ്രാദേശികമായ ഭീഷണികളെ നേരിടാനും വെല്ലുവിളികൾ പരിഹരിക്കാനും പ്രാപ്തമായ ഒരു സ്വതന്ത്ര സുരക്ഷാ കുടക്കീഴിൽ വരിക എന്നതാണ് ഈ രാജ്യങ്ങളുടെ ലക്ഷ്യം. കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാനുമായുള്ള പ്രതിരോധ സഹകരണ കരാറിന് കുവൈറ്റ് ഔദ്യോഗിക അംഗീകാരം നൽകിയത്. ഇരു രാജ്യങ്ങളുടെയും സൈനിക ബന്ധം ശക്തിപ്പെടുത്തുകയായിരുന്നു കരാറിന്റെ ലക്ഷ്യം. ഈ കരാർ പ്രഖ്യാപിക്കുകയാണ് എങ്കിൽ ഏറ്റവും സ്വാധീനമുള്ള 3 വലിയ ഇസ്ലാമിക രാജ്യങ്ങൾ ഒരുമിച്ച് ഒരു സൈനിക കൂട്ടായ്മ രൂപീകരിക്കുന്ന ചരിത്രപരമായ നീക്കമായി ഇത് മാറും. നാറ്റോയ്ക്ക് പകരമായി മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിക്കുന്ന ഇസ്ലാമിക് നാറ്റോയുടെ രൂപീകരണമാണ് ഇതിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. പാകിസ്ഥാൻ അംഗമാകുന്ന ഈ സഖ്യ കൂട്ടായ്മയിൽ ഇന്ത്യയ്ക്കും ആശങ്കയ്ക്ക് വകയുണ്ട്. പാകിസ്ഥാൻ, സൗദി അറേബ്യ, തുർക്കി എന്നീ രാജ്യങ്ങൾ ഇസ്ലാമിക ലോകത്ത് ഏകോപിതമായ ഒരു സുരക്ഷാ സഖ്യം രൂപീകരിക്കുന്നതിനായാണ് ത്രിരാഷ്ട്ര കരാറിൽ ഒപ്പുവെക്കാൻ ഒരുങ്ങുന്നത്. സൗദിയുടെ സാമ്പത്തിക ശക്തി, തുർക്കിയുടെ സൈനിക സാങ്കേതിക വിദ്യ, പാകിസ്ഥാന്റെ ആണവശേഷിയും യുദ്ധപരിചയവുമുള്ള സൈന്യവും അടിസ്ഥാനമാക്കിയാണ് പശ്ചിമേഷ്യയിലെ സുരക്ഷാ സംവിധാനത്തെ പുനഃക്രമീകരിക്കാൻ ഈ സഖ്യം ലക്ഷ്യമിടുന്നത്. ഇത് പശ്ചിമേഷ്യയുടെ സുരക്ഷാ ഘടനയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇസ്ലാമിക ലോകത്ത് ഏകീകൃതവും സംയോജിതവുമായ ഒരു സുരക്ഷാ സഖ്യം സൃഷ്ടിക്കുന്നതിനുള്ള കരാറിന്റെ അടിസ്ഥാന വ്യവസ്ഥകൾ തയ്യാറാക്കുകയും പാകിസ്ഥാൻ, സൗദി, തുർക്കി നേതാക്കൾ തമ്മിൽ അംഗീകരിക്കുകയും ചെയ്തതായി മുതിർന്ന തുർക്കി രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് CNN ന്യൂസ് 18 ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. കരാർ ഒപ്പിടുമെന്ന് പ്രതീക്ഷിക്കുന്നതിന് മുന്നോടിയായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസിം മുനീറും വ്യാഴാഴ്ച സൗദി അറേബ്യയിലെത്തി. തുർക്കി പ്രസിഡന്റ് റസീബ് തയ്യിബ് എർദോഗാൻ ഉടൻ സൗദിയിലെത്തും. അത് കരാറിൽ ഒപ്പിടുന്നതിൽ അവസാനിക്കും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രാദേശികമായ ഭീഷണികളെ നേരിടാനും വെല്ലുവിളികൾ പരിഹരിക്കാനും പ്രാപ്തമായ ഒരു സ്വതന്ത്ര സുരക്ഷാ കുടക്കീഴിൽ വരിക എന്നതാണ് ഈ രാജ്യങ്ങൾ ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ സുരക്ഷയ്ക്കായി പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സാധിക്കുമെന്നിവർ കരുതുന്നു. ദക്ഷിണ പശ്ചിമ ഏഷ്യൻ പ്രതിരോധ സഖ്യങ്ങളിൽ ഈ പുതിയ നീക്കം വലിയ ഘടനാപരമായ മാറ്റങ്ങൾ വരുത്തുമെന്നാണ് വിലയിരുത്തുന്നത്. 3 രാജ്യങ്ങളുടെയും സൈനിക, സാങ്കേതിക, സാമ്പത്തിക ശേഷികൾ ഒന്നിപ്പിക്കുന്നത് ആഗോള പ്രതിരോധ രംഗത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചേക്കാം. കഴിഞ്ഞ വർഷം പാകിസ്ഥാനും സൗദി അറേബ്യയും പരസ്പര പ്രതിരോധ കരാറിൽ ഒപ്പുവച്ചതിനു ശേഷം പശ്ചിമേഷ്യയിലെയും ദക്ഷിണേഷ്യയിലെയും മറ്റ് രാജ്യങ്ങളെ ഉൾപ്പെടുത്തി ഇസ്ലാമിക് നാറ്റോ എന്നറിയപ്പെടുന്ന ഒരു സഖ്യം രൂപീകരിക്കാൻ ഇരു രാജ്യങ്ങളും താൽപര്യം പ്രകടിപ്പിച്ചതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇസ്ലാമിക് നാറ്റോ എന്നത് ഒരു ഔദ്യോഗിക നാമമല്ല, മറിച്ച് നാറ്റോയ്ക്ക് സമാനമായ ഒരു നിർദ്ദിഷ്ട പ്രതിരോധ ചട്ടക്കൂടിനെ വിശേഷിപ്പിക്കാൻ നിരീക്ഷകർ ഉപയോഗിക്കുന്നതാണ് ഈ ഇസ്ലാമിക് നാറ്റോ എന്ന പ്രയോഗം. മുസ്ലിം നാറ്റോ എന്നും ഇതിനെ ചിലർ വിളിക്കാറുണ്ട്. പാശ്ചാത്യ സൈനിക സഖ്യങ്ങളിൽ നിന്ന് സ്വതന്ത്രമായി മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ ചേർന്ന ഒരു കൂട്ടായ സുരക്ഷാ സംവിധാനം രൂപീകരിക്കണമെന്ന ആശയമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക് നാറ്റോ എന്ന് അറിയപ്പെടുന്നത്. ഈ കരാർ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഏറ്റവും സ്വാധീനമുള്ള 3 വലിയ ഇസ്ലാമിക രാജ്യങ്ങൾ ഒരുമിച്ച് ഒരു സൈനിക കൂട്ടായ്മ രൂപീകരിക്കുന്ന ചരിത്രപരമായ നീക്കമായാണ് അത് മാറാൻ പോകുന്നത്. ഈ കരാറിൽ സംയുക്ത സൈനിക പരിശീലനങ്ങൾ, സാങ്കേതിക വിദ്യാ കൈമാറ്റം, പ്രതിരോധ വ്യവസായ ഉൽപാദനം, രഹസ്യാന്വേഷണ വിവരം പങ്കിടൽ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. കരാർ പ്രകാരം സൗദിയുടെ സുരക്ഷാ ആവശ്യങ്ങൾക്കായി പാകിസ്ഥാൻ ഏകദേശം 25,000 സൈനികരെ വിന്യസിക്കാൻ സമ്മതിച്ചതായി പറയുന്നുണ്ട്. ഈ വിന്യാസം സൗദിയുടെ സുരക്ഷ ശക്തിപ്പെടുത്താനും സംയുക്ത സൈനിക പ്രവർത്തനങ്ങൾ നടത്താനും സൗദി സൈനികർക്ക് പരിശീലനം നൽകാനും ലക്ഷ്യമിടുന്നതാണ്. ഇതിനു പകരമായി സൗദി അറേബ്യ ഏകദേശം $1,000 കോടി നിക്ഷേപങ്ങൾ പാകിസ്ഥാനിൽ നടത്തും എന്നതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇന്ത്യയുടെ ആശങ്ക ഇവിടെ നോക്കിയാൽ ഇന്ത്യയുമായി സൗഹൃദത്തിലുള്ള സൗദിയുടെ സഖ്യ രൂപീകരണത്തിൽ ഇന്ത്യയ്ക്കും ആശങ്കയുണ്ട്. നേരത്തെ തന്നെ നാറ്റോ മോഡൽ പ്രതിരോധ കരാർ പാകിസ്ഥാനും സൗദിയും തമ്മിൽ ഒപ്പിട്ടിരുന്നു. ഈ സഖ്യത്തിലേക്കാണ് യുറേഷ്യൻ മേഖലയിൽ ഇന്ത്യയെ എതിർക്കുന്ന തുർക്കിയുടെ വരവ്. മാത്രമല്ല, പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ സൈനിക സംഘർഷത്തിൽ പാകിസ്ഥാനെ ഡ്രോണുകൾ നൽകി സൈനികമായി സഹായിച്ച രാജ്യമാണ് തുർക്കി. സഖ്യത്തിലൂടെ പാകിസ്ഥാന് സാങ്കേതിക, സാമ്പത്തിക സഹായം എളുപ്പത്തിൽ ലഭ്യമാകുന്നത് ആയുധ നവീകരണ വേഗത വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയെ നിർബന്ധിതരാക്കും.
ഈ കരാറിന് മറുപടിയായി ഇന്ത്യക്ക് ഗ്രീസ്, അർമേനിയ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള സൈനിക നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കേണ്ടി വരും. ഇത് ഇന്ത്യക്ക് ആശങ്കയുണ്ടാക്കുന്നതാണ്. എന്താണ് മേഖലയിൽ നടക്കുന്നത് എന്നത് സസൂക്ഷ്മം ഇന്ത്യ നിരീക്ഷിച്ചു വരികയുമാണ്. ആ ഘട്ടത്തിൽ തന്നെയാണ് ഒരു നിർണായക ഫോൺ വിളി ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ ചേർന്ന് മേഖലയിൽ നിർണായക നീക്കങ്ങൾ നടത്തുന്ന ഘട്ടത്തിൽ ഈ ഫോൺ വിളി ആരൊക്കെ തമ്മിലായിരുന്നു എന്ന് നോക്കിയാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമാണ് ഫോണിൽ ആശയവിനിമയം നടത്തിയിരിക്കുന്നത്. ഇന്ത്യ ഇസ്രയേൽ തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു എന്നാണ് റിപ്പോർട്ട്. പശ്ചിമേഷ്യയിലെ പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഇരു രാജ്യങ്ങളുടെയും പുരോഗതിക്കായി വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് ഇരു നേതാക്കളും അറിയിച്ചിട്ടുണ്ട്. പ്രതിരോധം, കൃഷി, സാങ്കേതികവിദ്യ, സൈബർ സുരക്ഷ, വ്യാപാരം തുടങ്ങി നിരവധി മേഖലകളിലാണ് ഇരു രാജ്യങ്ങളും സഹകരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഭവ വികാസങ്ങൾ തുടരുന്നതിനിടെയാണ് ഇരു നേതാക്കളുടെയും സംഭാഷണം. ഇന്നത്തെ പ്രത്യേകത ഈ ഇസ്ലാമിക് നാറ്റോയുടെ ഒരു രൂപീകരണ സമയത്താണ് ഈ സംഭാഷണം നടക്കുന്നത് എന്നതുകൂടിയാണ്. ഈ വിഷയങ്ങളും സ്വാഭാവികമായും ഇരു രാഷ്ട്ര തലവന്മാരും തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് എന്നതാണ് വരുന്ന വിവരം. ഫോൺ വിളി ഇന്നുണ്ടായത് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലായിരുന്നു. മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ ചേർന്ന മേഖലയിൽ നിർണായക നീക്കങ്ങൾ നടത്തുന്ന ഘട്ടത്തിലാണ് ഇരു രാഷ്ട്ര നേതാക്കളും ഫോണിൽ ആശയവിനിമയം നടത്തിയത്. ഇന്ത്യ ഇസ്രയേൽ തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. പശ്ചിമേഷ്യയിലെ പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഇരു രാജ്യങ്ങളുടെയും പുരോഗതിക്കായി വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് ഇരു നേതാക്കളും അറിയിച്ചു. പ്രതിരോധം, കൃഷി, സാങ്കേതികവിദ്യ, സൈബർ സുരക്ഷ, വ്യാപാരം തുടങ്ങി വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട് സഹകരണം ശക്തമാക്കുന്ന കാര്യം ചർച്ചയായി എന്നതാണ് വിവരം. ഒപ്പം ഇസ്ലാമിക് നാറ്റോ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും ചർച്ചയായി എന്നതാണ് കരുതുന്നത്. പശ്ചിമേഷ്യൻ സംഭവ വികാസങ്ങൾ തുടരുന്നതിനിടയിലാണ് ഇരു നേതാക്കളുടെയും സംഭാഷണം. ചർച്ചയുടെ കൂടുതൽ വിവരങ്ങൾ PMO ഓഫീസ് പുറത്തുവിട്ടിട്ടില്ല. ഏറ്റവും ഒടുവിലായി ഇക്കഴിഞ്ഞ മാർച്ചിലാണ് ഇരു നേതാക്കളും ടെലഫോണിൽ സംസാരിച്ചത്. ഇസ്രയേൽ സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഇതുവരെ 2 തവണ മോദി ഇസ്രയേൽ സന്ദർശിച്ചിട്ടുണ്ട്. 2017 ജൂലൈ 4-നാണ് ആദ്യമായി ഇസ്രയേൽ സന്ദർശിച്ചത്. മോദി ഭരണകാലത്താണ് ഒരു ഇന്ത്യൻ പ്രസിഡന്റ് ആദ്യമായി ഇസ്രയേൽ സന്ദർശിക്കുന്നതും. 2015 ഒക്ടോബറിൽ പ്രണബ് മുഖർജിയാണ് ഇസ്രയേൽ സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി. മുൻപ് ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ ഇസ്രയേൽ സന്ദർശിച്ചിരുന്നില്ല. മാത്രമല്ല, നയതന്ത്ര ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തുമ്പോൾ തന്നെ അവർ പലസ്തീൻ പ്രദേശവും സന്ദർശിക്കാറുണ്ടായിരുന്നു. എന്നാൽ 2014 സന്ദർശനത്തിൽ മോദി ഈ നയം തിരുത്തി. അദ്ദേഹം അന്ന് പലസ്തീൻ സന്ദർശിച്ചില്ല. പകരം 2018 അദ്ദേഹം പലസ്തീനിലേക്ക് പോയത്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ക്ഷണപ്രകാരം 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി ഈ വർഷം ഫെബ്രുവരി 25, 26 തീയതികളിൽ വീണ്ടും ഇസ്രയേലിലെത്തിയിരുന്നു. ഈ യാത്രയിൽ ഇസ്രയേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ നേതാവായി അദ്ദേഹം മാറി. ചരിത്രപരമായി ഇന്ത്യ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തിനൊപ്പം നിൽക്കുന്നതിൽ നേതാക്കന്മാർ ഇസ്രയേൽ സന്ദർശനത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. എന്നാൽ അതൊക്കെ മാറ്റുന്നതായിരുന്നു മോദിയുടെ ഇടപെടൽ. ആഗോള ഒറ്റപ്പെടലിനിടയിലാണ് ഇപ്പോഴത്തെ ഈ ടെലിഫോൺ സംഭാഷണം എന്നതും ഇതിന്റെ പ്രാധാന്യം കൂട്ടുന്നുണ്ട്. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇസ്രയേൽ ഒറ്റപ്പെട്ടു എന്ന വാർത്തകൾക്കിടയിലാണ് ഇന്ത്യയിൽ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്നും തനിക്ക് വ്യക്തിപരമായി ലഭിക്കുന്ന പിന്തുണ വാക്കുകൾക്കതീതമാണെന്ന് ദിവസങ്ങൾക്ക് മുന്നേ നെതന്യാഹു പറഞ്ഞത്. നരേന്ദ്രമോദി തങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് എന്ന് വിശേഷിപ്പിച്ച നെതന്യാഹു ഇന്ത്യയുമായുള്ള ബന്ധത്തിന് ഇസ്രയേൽ വലിയ പ്രാധാന്യമാണ് കൽപ്പിക്കുന്നതെന്നും അവകാശപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ ഫോൺ വിളി. ഇസ്രയേലിന്റെ ഏക ശക്തമായ സഖ്യകക്ഷി അമേരിക്ക മാത്രമാണെന്ന US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ പരാമർശങ്ങൾ വന്നത്. അമേരിക്കയെ പോലെ ശക്തരായ അന്താരാഷ്ട്ര സഖ്യകക്ഷികളെ നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറയുന്നതിനിടയിലാണ് അദ്ദേഹം ഇന്ത്യയുടെ പിന്തുണയെക്കുറിച്ചും അന്ന് സംസാരിച്ചത്. അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രയേലിന് മറ്റ് ശക്തമായ പിന്തുണകളില്ലെന്ന വാദത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് നെതന്യാഹു ഇന്ത്യയുടെ പേര് എടുത്തു പറഞ്ഞത്. ഗസയിലെയും പശ്ചിമേഷ്യയിലെയും സൈനിക നടപടികളുടെ പേരിൽ ആഗോളതലത്തിൽ ഒറ്റപ്പെടൽ നേരിടുന്ന ഇസ്രയേൽ ഇന്ത്യയുമായും നരേന്ദ്രമോദിയുമായുള്ള ബന്ധത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് എന്നതാണ് സാരം.
ഒരു കാലത്ത് ഇന്ത്യയിൽ പരസ്യമായി ചർച്ച ചെയ്യാൻ മടിച്ചിരുന്ന, രഹസ്യമായി മാത്രം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഇസ്രയേൽ ബന്ധം മോദിയുടെ കാലഘട്ടത്തിലാണ് ഏറ്റവും പ്രകടമായ സൗഹൃദങ്ങളിലൊന്നായി മാറിയത്. ഗസയിലെ വംശഹത്യയുമായി ബന്ധപ്പെട്ട യുദ്ധക്കുറ്റങ്ങളുടെ പേരിൽ 2024 അവസാനത്തോടെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടും നെതന്യാഹുവിനെ തന്റെ പ്രിയ സുഹൃത്തെന്നാണ് മോദി വിശേഷിപ്പിച്ചത്. ആഗോളതലത്തിൽ ഒറ്റപ്പെടുമ്പോഴും ഇന്ത്യയുമായുള്ള ബന്ധം ഊഷ്മളമായി നിലനിർത്താൻ ഇരുവരും ശ്രദ്ധിക്കുന്നുണ്ട്. സാങ്കേതിക വിദ്യയിലും സൈനിക മേഖലയിലും മികച്ച വൈദഗ്ധ്യമുള്ള ഇസ്രയേലിനെ അവഗണിക്കാൻ കഴിയില്ല എന്നതാണ് ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാട്. മേഖലയിലെ നിലവിലെ സാഹചര്യങ്ങളും ഇസ്ലാമിക് നാറ്റോ നീക്കങ്ങളും അറബ് സഖ്യകക്ഷികളുമായുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇസ്രയേലുമായി അടുക്കുന്നത് ഒരു പ്രായോഗിക സമീപനമാണെന്നുള്ള ഇന്ത്യൻ വാദത്തിന് കരുത്ത് പകരുന്നതാണ് ഇപ്പോൾ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും.